ത്തെ UDFന്റെ ആവേശം അലയടിക്കുകയാണ്. വടകരയിലെ സ്ഥാനാർത്ഥിയായി കെ മുരളീധരനെ പ്രഖ്യാപിച്ചതോടെ നാദാപുരത്തെ ഒരു UDF തരംഗം തന്നെയാണ് ഇന്ന് കാണാൻ സാധിക്കുന്നത്. UDFന്റെ പ്രകടനം ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ ആരംഭിക്കുകയാണ്. നിങ്ങൾക്ക് അതിന്റെ ദൃശ്യങ്ങളിലേക്ക് മേഖലകളിൽ നിന്ന്, പത്രമാധ്യമങ്ങളിൽ നിന്ന്, സാംസ്കാരിക നായകന്മാർ ദൃശ്യമാധ്യമങ്ങളിലൂടെ ചോദിച്ചപ്പോൾ ഞങ്ങൾക്കൊരു ഉത്തരവില്ലാത്ത ഒരുപാട് നിമിഷങ്ങൾ കഴിഞ്ഞുപോയി. പക്ഷേ കേരളത്തിലെ ഐക്യജനാധിപത്യ മുന്നണി പ്രസ്ഥാനം അവസരത്തിനു ഉയർന്നു എന്നുള്ളതാണ് ഇന്ന് രാവിലെ പ്രഖ്യാപിച്ച സ്ഥാനാർത്ഥി ആയി ശ്രീ കെ മുരളീധരനെ വടകരയുടെ മണ്ണിലേക്ക്, അദ്ദേഹം വട്ടിയൂർക്കാവിലെ ഒരു MLA ആയിട്ട് പോലും ഈ ഒരു അക്രമകാരിയെ നേരിടുവാൻ ഞാൻ തയ്യാറാണ് എന്നുള്ള മുദ്രാവാക്യം ഏറ്റുപിടിച്ചുകൊണ്ടാണ് ശ്രീ കെ മുരളീധരൻ വടകരയുടെ മണ്ണിലേക്ക് കടന്നു വരുന്നത്. ഞങ്ങൾ സന്തോഷവാന്മാരാണ്. നാദാപുരത്തെ ഐക്യജനാധിപത്യ മുന്നണി പ്രവർത്തകന്മാർ അങ്ങേയറ്റത്തെ ആവേശത്തിലാണ്. ഈ സ്ഥാനാർത്ഥിയെ ഞങ്ങൾ വിജയിപ്പിച്ചേ അടങ്ങൂ. ശ്രീ മുല്ലപ്പള്ളി രാമചന്ദ്രൻ കഴിഞ്ഞ 2 വർഷമായി ഇടതുപക്ഷത്തിൽ നിന്ന് പിടിച്ചെടുത്ത ഈ പൊന്നാപുരം കോട്ട ഞങ്ങൾ കെ മുരളീധരനിലൂടെ അതിശക്തമായി നിലനിർത്തുക തന്നെ ചെയ്യും. അതിന്റെ ആവേശത്തിലാണ് ഈ നാടും വീടും വീട്ടുകാരും എല്ലാവരും ഇന്ന് ഞങ്ങൾ ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ മികച്ച കൂട്ടുകെട്ടായിരുന്നു ശ്രീ രാജീവ് ഗാന്ധിയും കെ കരുണാകരൻ. അതിനെ അന്വർത്ഥമാക്കുന്ന വിധത്തിലേക്കുള്ള ഒരു രാഷ്ട്രീയ കൂട്ടുകെട്ട് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ രൂപപ്പെടുകയാണ്. ശ്രീ രാഹുൽജിയും കെ മുരളീധരനും അടങ്ങുന്ന ആ ഒരു കൂട്ടുകെട്ടിൽ വടകര മണ്ഡലത്തിലെ വോട്ടർമാർക്ക് ഭാഗവാക്കാകാൻ കഴിഞ്ഞു എന്നുള്ളത് തന്നെ വലിയ സൗഭാഗ്യമായി, വലിയ ആവേശമായി ഞങ്ങൾ കാണുകയാണ്. ഇത് നാദാപുരമാണ്. കെ കരുണാകരനെയും CH മുഹമ്മദ് കോയയെയും രാഷ്ട്രീയ ഭൂപടത്തിൽ നിന്ന് മാറ്റി നാദാപുരത്തിന് ഒരു ചരിത്രമില്ല. അങ്ങനെയുള്ള ഒരു മണ്ണിലേക്ക് കെ കരുണാകരന്റെ പുനോമനപുത്രൻ കെ മുരളീധരനെ സ്ഥാനാർത്ഥിയാക്കിയതോടുകൂടി UDFന്റെ എല്ലാ പ്രവർത്തകന്മാരും, UDFന്റെ എല്ലാ കോട്ടകളും, UDFന്റെ എല്ലാ ബൂത്തുകളും വളരെ വളരെ സജീവമാണ്. ഗൾഫ് പ്രവാസിയാണ്. പ്രവാസി സംഘടനയുടെ ഒരു പ്രതിനിധി എന്ന നിലക്ക് വടകര പാർലമെന്റ് നിയോജക മണ്ഡലത്തിലെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഗൾഫ് മേഖലയിൽ വളരെയേറെ ആവേശവും സന്തോഷവും പ്രകടിപ്പിക്കുന്നുണ്ട്. അതുമാത്രവുമല്ല, വടകരയിലെ UDFന്റെ വോട്ടർമാർ എന്നുള്ള നിലക്കല്ല, വടകരയിലെ ജനങ്ങൾ അവർക്ക് സമാധാനവും മതേതരത്വവും നിലനിർത്താൻ ഉതകുന്ന ഒരു സ്ഥാനാർത്ഥിയെ ലഭിച്ചതിലുള്ള വലിയ സന്തോഷവും ആവേശവുമുണ്ട്. എന്തു തന്നെയായിരുന്നാലും ശരി, 23-ാം തീയതി പോളിംഗ് ബൂത്തിലേക്ക് എത്തിപ്പെടുന്നതിന് വേണ്ടി ഗൾഫ് നാടുകളിൽ നിന്നും വമ്പിച്ച തോതിലുള്ള വോട്ടർമാരുടെ വരവ് നമുക്ക് ഈ തെരഞ്ഞെടുപ്പിൽ പ്രതീക്ഷിക്കാം. ഇന്ത്യയുടെ മുരളിയാണ് നമ്മുടെ സ്ഥാനാർത്ഥി. നമ്മളെല്ലാ പിന്തുണയും മുരളിക്കുണ്ടാവും. ഏറ്റവും നല്ല സ്ഥാനാർത്ഥി വടകര സംബന്ധിച്ച്. ഇത്രയും ഇതിലും വലിയൊരു സ്ഥാനാർത്ഥി നമുക്ക് കിട്ടിയില്ല. എന്തും പറ്റിയ സ്ഥാനാർത്ഥിയാണ്. അതുകൊണ്ട് എല്ലാ വോട്ടും മുരളിക്ക് കൊടുക്കാൻ നമ്മളെ എല്ലാ പ്രവർത്തകരും മുരളിക്ക് കൊടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ
വടകര മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം നമുക്ക് അഭിമാനകരമായ ഒരു സ്ഥാനാർത്ഥിയെ ലഭിച്ച സന്തോഷത്തിലാണ് നമ്മളൊക്കെ ഉള്ളത്. കെ മുരളീധരൻ്റെ രംഗപ്രവേശനത്തോടുകൂടി എതിർപക്ഷത്ത് നിന്ന് ഉണ്ടായിട്ടുള്ള എല്ലാവിധ ദുഷ്പ്രചരണങ്ങൾക്കും മറുപടി നൽകിയിരിക്കുകയാണ് സ്ഥാനാർത്ഥിത്വം. ഈ സ്ഥാനാർത്ഥിത്വം വടകര നിയോജക മണ്ഡലത്തിലെ വോട്ടർമാർക്ക് ഉണ്ടാക്കിയിട്ടുള്ള ആവേശം ചെറുതല്ല എന്നുള്ള കാര്യം വളരെ വ്യക്തമാണ്. നാളുകളിൽ നമുക്ക് പ്രവർത്തനവുമായി വളരെ സജീവമായി രംഗത്തിറങ്ങി അക്രമ രാഷ്ട്രീയത്തിനെതിരെയുള്ള, അതുപോലെ തന്നെ ഫാസിസ്റ്റ് വർഗീയ ശക്തികൾക്കെതിരെയുള്ള ഒരു പോരാട്ടമായി ഈ തെരഞ്ഞെടുപ്പിനെ മാറ്റണമെന്ന് ഈ ജനാധിപത്യ വിശ്വാസികളെ അറിയിക്കുന്നു. STUവിൻ്റെ നാദാപുരം പഞ്ചായത്ത് കമ്മിറ്റിയുടെ എല്ലാവിധ പ്രവർത്തനങ്ങളും ഈ മുന്നേറ്റത്തിന് വേണ്ടി കെ മുരളീധരന് വേണ്ടി ഉണ്ടാകും, UDFന് വേണ്ടി ഉണ്ടാകും എന്ന് ഈ അവസരത്തിൽ ഉണർത്തുകയാണ്.